അൽഹംദുലില്ലാ അല്ലദീ ബിനിഅ്മതിഹി തത്തിമ്മുസ് സ്വാലിഹാത്ത് വബിമന്നിഹി വഫദ്ലിഹി തതനസ്സലുൽ ഖൈറാത്ത് വൽ ബറകാത്ത് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ 60-ാമത്തെ അധ്യായം അൽ മുംതഹന എന്നീ പേരുകളിലൊക്കെയും ഈ അധ്യായം അറിയപ്പെടുന്നുണ്ട്. അൽ മുംതഹിന എന്നുള്ളതാണ് ഇതിൻ്റെ പേര് എന്ന അഭിപ്രായമാണ് അൽ ഇമാം അൽ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർക്കുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനയിലെത്തിയിട്ടുള്ള വിശ്വാസിനികളെ അവരുടെ ഈമാൻ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു വചനം ഈ ഒരു അധ്യായത്തിൽ ഉള്ളത് കൊണ്ട് പരിശോധിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ മുംതഹിന എന്നാണ് പറയേണ്ടത് എന്ന് ഇവർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതന്മാർ അൽ മുംതഹന എന്നാണ് പറയേണ്ടത്. കാരണം ആദ്യമായി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഇസ്ലാം സ്വീകരിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒറ്റയ്ക്ക് ഹിജറ ചെയ്തെത്തിയിട്ടുള്ള ഉമ്മു കുൽത്തൂം ബിൻത് ഉഖ്ബത്ത് ബിൻ അബി മുഈത്ത് റളിയല്ലാഹു അൻഹ അവരെയാണ് ഈ അർത്ഥത്തിൽ ആദ്യമായി ഈമാൻ പരിശോധിച്ചത്. അപ്പോൾ അങ്ങനെ പരിശോധിക്കപ്പെട്ടവൾ എന്നുള്ള അർത്ഥത്തിൽ അൽ മുംതഹന എന്ന പേരാണ് വേണ്ടത് എന്ന് മറ്റൊരു കൂട്ടം പണ്ഡിതന്മാർ യഥാർത്ഥത്തിൽ അഭിപ്രായപ്പെടുന്നു. ഈ രണ്ട് പേരുകളും ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ മുജാദില അല്ലെങ്കിൽ മുജാദല എന്നൊക്കെ പറയാൻ പറ്റുന്നത് പോലെ രണ്ടും സ്വീകാര്യമാണ്. ഇംതഹന എന്ന് പറഞ്ഞാൽ ഭാഷയിൽ സ്വർണം, വെള്ളി തുടങ്ങിയവ തീയിലിട്ട് മെരുക്കി ചൂടാക്കി അതിലെ കറകളും ചെളികളൊക്കെ കളയുന്നതിനാണ് സാധാരണ ഇത് പ്രയോഗിക്കാറുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ശുദ്ധീകരിക്കുക, വൃത്തിയാക്കുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം. വിശുദ്ധ ഖുർആനിൽ തന്നെ ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാ ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയം ശുദ്ധീകരിച്ചിരിക്കുന്നു തഖ്വക്ക് വേണ്ടി എന്ന് ഖുർആൻ സൂറത്ത് അൽ ഹുജറാത്തിൽ പറയുന്നുണ്ട്. ഒരു പ്രസിദ്ധമായ ഹദീസിൽ അൽ ഖത്ല സലാസത്തുൻ, കൊല ചെയ്യപ്പെട്ടവർ 3 വിധമാണ്. അതിൽ 3-ാമത്തെ വിഭാഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് റജുലുൻ മുഅ്മിനുൻ ജാഹദ ബിനഫ്സിഹി വമാലിഹി ഫീ സബീലില്ലാഹ്. വിശ്വാസിയായ ഒരു മനുഷ്യൻ അയാളുടെ ധനം കൊണ്ടും ജീവൻ കൊണ്ടും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ജിഹാദ് നടത്തി. ഹത്താ ഇദാ ലഖിയൽ അദുവ ഖാതലഹും ഹത്താ യുഖ്തൽ. അങ്ങനെ ശത്രുവിനെ കണ്ടുമുട്ടി പോരാടി അങ്ങനെ ഷഹാദത്ത് വരിച്ചു. ആ മനുഷ്യനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഫദാലിക ഷഹീദുൽ മുംതഹൻ. യഥാർത്ഥത്തിൽ പരീക്ഷണത്തിന് വിധേയമായി രക്തസാക്ഷിയായ വ്യക്തി അയാളാണ്. എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിൻ്റെ സിംഹാസനത്തിന് കീഴിൽ അള്ളാഹു ഒരുക്കിയിട്ടുള്ള കൂടാരത്തിലാണ് താമസിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇംതഹന എന്നുള്ള പദത്തിൻ്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം എന്നുള്ളത്. ഈ ഒരു സൂറത്തിന് സൂറത്തുൽ മുംതഹന എന്നുള്ളത് കൂടാതെ സൂറത്തുൽ ഇംതിഹാൻ, സൂറത്തുൽ മവദ്ദ തുടങ്ങിയിട്ടുള്ള പേരുകളൊക്കെയുണ്ട്. മദീനയിലാണ് ഈ സൂറത്ത് അവതരിച്ചത് എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. സൂറത്തിലാകെ 13 ആയത്തുകളാണുള്ളത്. ആ ആയത്തുകൾ മിക്കതും അത്യാവശ്യം വലിപ്പമുള്ള ആയത്തുകളാണ്. തിവാല് എന്നാണ് ആ ആയത്തുകളൊക്കെയും അറിയപ്പെടുക. എന്ന് മാത്രമല്ല, ഈ സൂറത്തുൽ മുംതഹിനയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് തുടങ്ങുന്ന ആകെ 3 സൂറത്തുകളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. ഒന്നാമത്തേത് സൂറത്തുൽ മാഇദയാണ്, രണ്ടാമത്തേത് സൂറത്തുൽ ഹുജറാത്താണ്, മൂന്നാമത്തേത് നമ്മുടെ മുമ്പിലുള്ള സൂറത്തുൽ മുംതഹിനയാണ്. നമ്മൾ സാധാരണ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത്, ആ സൂറത്തിൻ്റെ പേര് എങ്ങനെയാണ് വന്നത് എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സൂറത്തിനെ കുറിച്ച് നമ്മൾ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സൂറത്തിലൊരു ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു ഇദാ ജാഅകുമുൽ മുഅ്മിനാതു മുഹാജിറാത്തിൻ ഫംതഹിനൂഹുന്ന. നല്ല വിശ്വാസികളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്ത് ഏതെങ്കിലും വിശ്വാസിനികൾ കടന്നു വന്നാൽ
അവരുടെ ഈമാൻ നിങ്ങൾ പരിശോധിക്കണം. അവിടെ ഇംതിഹാൻ എന്നുള്ള പദം വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് സൂറത്തിന് മുംതഹന അല്ലെങ്കിൽ മുംതഹിന എന്നുള്ള പേര് ലഭിച്ചത് എന്നാണ് സാധാരണ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയാറുള്ളത്. പക്ഷെ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി, വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ആ സൂറത്തിൽ കേവലം ഒരു പദം പരാമർശിച്ചു എന്നുള്ളത് കൊണ്ട് നൽകപ്പെടേണ്ട അല്ലെങ്കിൽ നൽകപ്പെടുന്ന ഒന്നല്ല. നേരെ മറിച്ച് ഓരോ സൂറത്തിൻ്റെയും പേരുകൾ ആ സൂറത്ത് എന്തിനാണ് അവതരിച്ചത് എന്ന് പറഞ്ഞാൽ ആ സൂറത്തിൻ്റെ മുഴുവൻ പ്രമേയവുമായിട്ട് യഥാർത്ഥത്തിൽ കണക്റ്റഡ് ആണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഉദാഹരണമായി സൂറത്തുൽ ബഖറയ്ക്ക് പ്രസ്തുത പേര് ലഭിച്ചത് പശുവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ആ സൂറത്തിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല. നേരെ മറിച്ച് പശുവുമായി ബന്ധപ്പെട്ട ആ ചരിത്രം വിശുദ്ധ ഖുർആന് ഈ സൂറത്തുൽ ബഖറയിൽ പറയുന്നത് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹുവിൻ്റെ മാത്രം അധികാരമാണ്. അതുകൊണ്ടാണ് ആ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിച്ച് വഇദ് ഖതൽതും നഫ്സൻ ഫദ്ദാറഅതും ഫീഹാ വല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ ഫഖുൽനാ ളരിബൂഹു ബിബഅളിഹാ കദാലിക യുഹീല്ലാഹുൽ മൗത വയുരീകും ആയാതിഹി ലഅല്ലകും തഅഖിലൂൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചരിത്രം പറഞ്ഞത് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് അള്ളാഹു മാത്രമാണ് എന്ന് സൂചിപ്പിക്കാനാണ്. സൂറത്തുൽ ബഖറയിലെ എല്ലാ ചരിത്രവും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും നമ്രൂദും തമ്മിലുള്ള ചരിത്രം, അതല്ലെങ്കിൽ ഉസൈർ പ്രവാചകന്റെ ചരിത്രം, അതല്ലെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഫിർഔനും തമ്മിലുള്ള സംഭവം, അതല്ലെങ്കിൽ താലൂത്തും ജാലൂത്തും തമ്മിലുള്ള യുദ്ധം എല്ലാം കഴിഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബി അരിനി കൈഫ തുഹിയിൽ മൗത്ത എന്നുള്ള ചോദ്യം. അപ്പൊ ഈ ചരിത്രങ്ങൾ മുഴുവൻ പറയുന്നത് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ അധികാരമാണ് എന്നാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റാണ് അത് എന്നുള്ളത് കൊണ്ടാണ് അവിടെ സൂറത്തുൽ ബഖറ എന്ന് പേര് വിളിച്ചത്. അത് തന്നെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ സൂറത്തുൽ മുംതഹിന അല്ലെങ്കിൽ മുംതഹന എന്ന് പേര് വിളിക്കുന്നതിൻ്റെ അർത്ഥവും. എന്ന് പറഞ്ഞാൽ ഇതിലെ 1-ാമത്തെ ആയത്ത് മുതൽ അവസാനത്തെ 13-ാമത്തെ ആയത്ത് വരെ ഇത് പറഞ്ഞു വെക്കുന്നത് വിശ്വാസികളുടെ ഈമാൻ പരിശോധിക്കുന്നതാണ്. യഥാർത്ഥത്തിലുള്ള കൂറ് അള്ളാഹുവിനോടാണോ അതല്ലെങ്കിൽ തങ്ങളുടെ രക്തബന്ധത്തിനാണോ അവർ മുൻഗണന നൽകുന്നത് എന്ന് നോക്കുന്നതാണ്. അപ്പോൾ ഇതിലെ 1-ാമത്തെ ആയത്ത് ഇതിൻ്റെ ഒരു അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അത് ഹാത്തിബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അതുപോലുള്ള ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണ് ഇത്. അപ്പോൾ ആ സംഭവത്തിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിച്ചു പോകാനുള്ള പദ്ധതികൾ ഒരുക്കുന്നു എന്ന് പറഞ്ഞാൽ ഹുദൈബിയ സന്ധിക്ക് ശേഷം അവസാനം മക്ക വിജയവുമായി ബന്ധപ്പെട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനിക സന്നാഹങ്ങൾ ഒരുക്കുകയാണ്. അപ്പോൾ ഈ കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ തൻ്റെ വിശ്വസ്തരായ സഹാബാക്കൾക്ക് മാത്രമാണ് അറിയിച്ചു കൊടുത്തത്. അതിൽ ഹാത്തിബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഹാത്തിബ് എന്ന് പറയുന്നത് സാധാരണ ഒരു സഹാബിയല്ല, നേരെ മറിച്ച് സഹാബാക്കളിലെ അറിയപ്പെടുന്ന സഹാബിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഏകദേശം എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല അദ്ദേഹം മുഹാജിറാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വലിയ സ്ഥാനമുള്ള സഹാബിയായിരുന്നു ഹാത്തിബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുക്കങ്ങളൊക്കെ നടത്തി അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മക്കയിൽ നിന്ന് സാറ എന്ന് പേരായ ഒരു സ്ത്രീ കടന്നു വരുന്നത്. അവർ ബനു അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ കുടുംബത്തിൽ അവർ മുമ്പ് പരിചാരകയായി അല്ലെങ്കിൽ ഒരു സേവകയായിട്ട് ജോലി ചെയ്തിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവരെ അറിയാം, സഹാബാക്കൾക്കൊക്കെയും അവരെ അറിയാം. അവർ കടന്നു വന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ആ മുസ്ലിമത്തൻ ജിഇതി ആ മുഹാജിറത്തൻ ജിഇതി, അല്ല നീ മുസ്ലിമായി മുഹാജിറായിട്ടാണോ തിരിച്ചു വന്നിട്ടുള്ളത്? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്ത്രീ പറഞ്ഞു, അല്ല, ഞാൻ ഇപ്പോഴും ശിർക്കിൽ തന്നെയാണുള്ളത്. പക്ഷേ എൻ്റെ ജീവിത സാഹചര്യം വളരെ പ്രയാസകരമാണ്. നിങ്ങൾ ബനു അബ്ദുൽ മുത്തലിബായിരുന്നു എന്നെ സഹായിച്ചിരുന്നത്. അവരിൽ കുറേ ആളുകൾ ഇസ്ലാം സ്വീകരിച്ച് ഇങ്ങോട്ട് കടന്നു വന്നു. മറ്റു കുറച്ച് ആളുകൾ ബാക്കിയുണ്ടായിരുന്നവർ അവർ ബദറിൽ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഭക്ഷണം വേണം, എനിക്ക് വസ്ത്രം വേണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു അബ്ദുൽ മുത്തലിബിനെ പ്രോത്സാഹിപ്പിച്ചു, അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കാൻ ആവശ്യപ്പെട്ടു.
അങ്ങനെ ആ സ്ത്രീക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വസ്ത്രം കൊടുക്കുന്നുണ്ട്, വാഹനം കൂടി കൊടുക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ ഇപ്പോഴും മുശ്രിക്കായ സ്ത്രീയാണ്. മുശ്രിക്കായ സ്ത്രീയാണ് എന്ന് മാത്രമല്ല, അവിടെ മക്കയിൽ പാട്ടുപാടി നടക്കുകയായിരുന്നു അവരുടെ പണി. മാത്രവുമല്ല, അവര് മരിച്ചിടത്ത് ചെന്ന് ക്യാഷിന് വേണ്ടിയിട്ട്, കൂലിക്ക് വേണ്ടി കരയുന്ന സ്ത്രീ കൂടിയായിരുന്നു. നായിഹത്ത് എന്നാണ് അതിന് പറയുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീ ആയിട്ട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്വീകരിച്ചിരുത്തുന്നു, അവരുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കുന്നു എന്നുള്ളത് ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ അവർ കുറച്ച് കാലങ്ങൾക്ക് ശേഷം തിരിച്ചു പോകുന്ന വേളയിൽ ഹാത്തിബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു അവരുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തയച്ചു. മക്കയിലെ ഖുറൈശികൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നുള്ളതായിരുന്നു കത്തിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. അത് കൊണ്ടുപോകുന്നതിന് ആ സ്ത്രീക്ക് 10 ദീനാർ കൂലിയായിട്ട് പ്രതിഫലമായിട്ട് നൽകുകയും ചെയ്തു. അങ്ങനെ അവർ പുറപ്പെട്ടു. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുക്കുന്നത്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി, സുബൈർ, മിഖ്ദാദ് റളിയല്ലാഹു അൻഹും അജ്മഈൻ ഇവരെ സഹാബാക്കളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല കുതിരപ്പടയാളികളായിരുന്നു. അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ റൗലത്ത് ഖാഖ് എന്ന പ്രദേശത്ത് എത്തുന്നത് വരെ നിങ്ങൾ യാത്ര ചെയ്യുക. അവിടെ എത്തുമ്പോൾ നിങ്ങൾക്കൊരു സ്ത്രീ യാത്ര ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അവരുടെ കയ്യിൽ ഹാത്തിബിന്റെ ഒരു സന്ദേശമുണ്ട്. അത് പിടിച്ച് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരിക, അവരെ തിരിച്ചയക്കുകയും ചെയ്യുക. അങ്ങനെ സഹാബാക്കൾ പുറപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ സ്ഥലത്ത് എത്തിയപ്പോൾ ആ സ്ത്രീയെ കണ്ടു. അവരോട് കിതാബ് ആവശ്യപ്പെട്ടു, സന്ദേശം ആവശ്യപ്പെട്ടു. അവരാദ്യം കൊടുക്കുവാൻ വിസമ്മതിച്ചു. പിന്നീട് പരിശോധിക്കും എന്ന് പറഞ്ഞപ്പോൾ അവർ കൊടുക്കുകയും ചെയ്തു. അവരുടെ മുടിക്കെട്ടിനുള്ളിൽ നിന്ന് അല്ലെങ്കിൽ മടിക്കുത്തിയിൽ നിന്ന് എന്നൊക്കെ റിവായത്തുകളുണ്ട്. ഏതായാലും കത്തെടുത്ത് കൊടുത്തു. അവരെ മുശ്രിക്കായിരുന്നു. റസൂൽ അവരെ ആദരിച്ചിരുന്നു, അവർക്ക് വേണ്ട എല്ലാ സംഗതിയിലും കൊടുത്തിരുന്നു. എന്നിട്ട് രാജ്യദ്രോഹ പ്രവർത്തനവുമായിട്ടാണ് അവർ പിടിക്കപ്പെടുന്നത്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ രക്തം ചിന്തുവാൻ ഒരിക്കലും അനുവദിച്ചിട്ടില്ല എന്നുള്ളത് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ സഹാബാക്കൾ കത്തുമായിട്ട് റസൂലിന്റെ അടുത്തെത്തി. റസൂൽ ഹാത്തിബ് ബിൻ അബീ ബൽതഅയെ വിളിച്ചു വരുത്തി. ഹാത്തിബിനോട് റസൂൽ ചോദിച്ചു, യാ ഹാത്തിബ് മാ ഹമലക അലാ ഹാദ, അല്ല ഹാത്തിബ്, അല്ല എന്തിനാണ് താങ്കൾ ഇത് ചെയ്തത്? അപ്പോൾ ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തഅജൽ അലയ്യ യാ റസൂലല്ലാഹ്, പ്രവാചകരെ എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ധൃതിപ്പെട്ട് തീരുമാനമെടുക്കരുത്. ഫഇന്നി കുൻതു ഇംറഅൻ മുൽസഖൻ ഫി ഖുറൈശ്, ഞാൻ മറ്റ് സഹാബാക്കളെ പോലെയല്ല, ഞാൻ ഖുറൈശികളിൽ വന്നു ചേർന്ന വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം യമനിൽ നിന്ന് കടന്നു വന്ന വ്യക്തിയാണ്, അല്ലാണ്ട് ഖുറൈശികളിൽപ്പെട്ട വ്യക്തിയായിരുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുടുംബം അവിടെ മക്കയിലുണ്ട്. നമ്മൾ മക്കയിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഒരു ബന്ധുക്കളും അവിടെ ഇല്ല. മറ്റ് സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ അവിടെ തറവാട്ടുകാരുണ്ട്, അവരെ സഹായിക്കാൻ ആളുകളുണ്ട്. അപ്പം ഞാൻ ഈ കത്ത് അയച്ചാൽ, ഈ ഒരു മുന്നറിയിപ്പ് കൊടുത്താൽ, അതിൻ്റെ ഒരു ഉപകാരം എന്നുള്ള നിലക്ക് അവർ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് കൊടുത്തയച്ചത്. വലം അഫ്അൽഹു കുഫ്രൻ വലർത്തിദാദൻ അൻ ദീനി വലാ റിളം ബിൽ കുഫർ, ഞാൻ കാഫിറായത് കൊണ്ട് ചെയ്തതല്ല, അതല്ലെങ്കിൽ മുർത്തദായത് കൊണ്ട് ചെയ്തതല്ല, അതല്ലെങ്കിൽ കുഫറിൽ ഞാൻ തൃപ്തിപ്പെട്ടത് കൊണ്ടും ചെയ്തതല്ല. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോൾ റസൂല് പറഞ്ഞു, സദഖ്, ഹാത്തിബ് പറഞ്ഞത് സത്യമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ റസൂലിനോട് പറഞ്ഞു, ദഅനി യാ റസൂലല്ലാഹ് അദ്രിബു ഉനുഖ ഹാദൽ മുനാഫിഖ്, പ്രവാചകരെ അങ്ങ് സമ്മതിക്കുകയാണ് എങ്കിൽ ഈ മുനാഫിഖിന്റെ കപടവിശ്വാസിയുടെ കഴുത്ത് ഞാൻ അറുക്കാം. കാരണം ഇതൊരു വലിയ രാജ്യദ്രോഹ കുറ്റമാണ്, ചെറിയ നിസ്സാരമായ തെറ്റൊന്നല്ലല്ലോ ചെയ്തത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹു നൽകുന്ന ഒരു മറുപടിയുണ്ട്, ഇന്നഹു ഖദ് ഷഹീദ ബദ്റ, അദ്ദേഹം ബദ്റിൽ പങ്കെടുത്തിട്ടുള്ള വിശ്വാസിയാണ്. വമാ യുദ്രീക ലഅല്ലല്ലാഹ തല അലാ അഹ്ലി ബദ്ർ ഫഖാല അഅ്മലു മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും. നിനക്കെന്തറിയാം ഉമർ, ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദ്റിൽ പങ്കെടുത്തിട്ടുള്ള പോരാളികളോട് ഇങ്ങനെ പറഞ്ഞിരിക്കാം, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെയ്തു കൊള്ളുക, അള്ളാഹു നിങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ് എന്ന്. ഇത് കേട്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു എന്നുള്ളതാണ് റിവായത്തുകൾ പറയുന്നത്. എന്ന് മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞത്, ലാ തഖൂലു ലി ഹാത്തിബ ഇല്ലാ ഖൈറ, നിങ്ങൾ ഹാത്തിബിനെ കുറിച്ച് ഒക്കെ നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് സൂറത്തുൽ മുംതഹിനയിലെ 1-ാമത്തെ സൂക്തമായ യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു അദുവി
വഅദുവകും ഔലിയ എന്ന് പറയുന്ന ആയത്തുകൾ തുടങ്ങിയത് അല്ലെങ്കിൽ ഇറങ്ങിയത് എന്ന് ഇവർ അഭിപ്രായപ്പെടുന്നു. എന്ത് തന്നെയായാലും സൂറത്തുൽ മുംതഹിന എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ഉള്ള് പിടിച്ചു കുലുക്കുന്ന, ഒരു വിശ്വാസിയുടെ കൂറ് യഥാർത്ഥത്തിൽ ആരോടാണ് എന്ന് ഉറപ്പിക്കുന്നതിന് ഉതകുന്ന വളരെ ശക്തമായ സൂറത്തുകളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് സൂറത്തുൽ മുംതഹിന എന്നോ അല്ലെങ്കിൽ സൂറത്തുൽ മുംതഹന എന്നോ പേര് വിളിക്കപ്പെട്ടതും. മാത്രവുമല്ല, ഒരു വിശ്വാസിക്ക് യഥാർത്ഥത്തിൽ മാതൃകയായി വിശുദ്ധ ഖുർആൻ ഈ സൂറത്തിൽ അവതരിപ്പിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും എങ്ങനെയാണ് ഇസ്ലാം വിരുദ്ധരോട് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കളോട് സ്വീകരിച്ച സമീപനം, അത് തന്നെയാണ് നിങ്ങളുടെ മാതൃക എന്നാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. ഒരു പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഈ സൂറത്ത് ഇത് അവതരിച്ചത് എന്ന് നമുക്ക് പറയാം. അൽ വലാഉ വൽ ബറാ, ആരോട് സഹകരിക്കണം, ആരെ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ ആരോട് കൂറ് കാണിക്കണം, ആരോട് നിസ്സഹകരണം നടത്തണം എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന, എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ, വിശ്വാസികൾ, മറ്റ് ഇതര സമൂഹങ്ങൾ അവരോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് പഠിപ്പിക്കുന്നതാണ് ഈ സൂറത്ത്. എന്ന് പറഞ്ഞാൽ മൻ അഹബ്ബലില്ല വ അബ്ഗളലില്ല വ അഅ്താലില്ല വ മനഅലില്ല ഫഖദ് ഇസ്തക്മലൽ ഈമാൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുവാൻ, അള്ളാഹുവിന് വേണ്ടി വെറുക്കുവാൻ, അള്ളാഹുവിന് വേണ്ടി കൊടുക്കുവാൻ, അള്ളാഹുവിന് വേണ്ടി വിലക്കുവാൻ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു സൂറത്ത് ആണ് ഇത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ ഒരു വിശ്വാസ സംബന്ധിയായ തർബീയത്ത് നൽകുന്ന, അവരെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ എന്തിനും അവരെ ഒരുക്കുന്ന, എന്ത് ത്യാഗത്തിനും അവരെ ഒരുക്കുന്ന ഒരു സൂറത്ത് എന്ന് നമുക്ക് ഇതിൽ കൃത്യമായിട്ട് സൂറത്തുൽ മുംതഹിനെ കുറിച്ച് പറയുവാൻ പറ്റുന്നതാണ്. എന്ന് മാത്രമല്ല, കുറച്ച് കർമ്മശാസ്ത്ര കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് സ്ത്രീകൾ മദീനയിലേക്ക് ഹിജറ ചെയ്തു വരുന്നു. അപ്പൊ അവരുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കർമ്മശാസ്ത്രം അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ചില നിയമങ്ങൾ ഇവ കൂടി ചേർത്ത് പറയുന്നതാണ് സൂറത്തുൽ മുംതഹിന എന്നുള്ളത്. അപ്പൊ ഈ ഒരു ആമുഖത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഒന്നാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.